നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിദ്യാസാഗർ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാജനെ പറ്റിയിട്ടാണ്. എനിക്ക് ഈ പാട്ട് വിദ്യാജയുടെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേലിസ്റ്റിലുള്ളൊരു പാട്ടാണ്. ഇതില് ഫേമസ് ആയിട്ടുള്ള കുറച്ച് എല്ലാരും കേട്ടിട്ടുള്ള പാട്ടുണ്ട്. എന്നത്തവം സെയ്തനെ, നമ്മുടെ തിളക്കം സിനിമയിലുണ്ട് ആ പാട്ട്. ജഗതോദാരണ അതൊക്കെ കാപ്പിയാണ്. അപ്പൊ നമുക്ക് എന്നത്തവം പാടാം. കൂടെ പാടണേ. എന്നത്തവം സെയ്തനെ യശോദ, എന്നത്തവം സെയ്തനെ യശോദ, എന്നത്തവം സെയ്തനെ യശോദ, എന്നത്തവം സെയ്തനെ. കാപ്പി രാഗത്തിന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആളായിട്ട് തോന്നിയിട്ടുണ്ട്. കാര്യം കാപ്പിയിൽ തന്നെ ഒരുപാട് ഫാസ്റ്റ് നമ്പേഴ്സും മെലഡീസും പുള്ളി ഇപ്പം എത്രയോ ജന്മമായി. ഒരു ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പ്രണയമൊക്കെയാണ് ആ പാട്ടിൽ. ഇതുവരെ വരാത്ത ഒരു ജോണറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ, ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ, എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ഞാൻ ആക്ച്വലി വിദ്യാജിയുടെ പാട്ടുകൾ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു ഇത് ഈ പാട്ടുകളെല്ലാം ചെയ്തത് ഒരേ ഒരു ആളാണ് എന്ന ഒരു റിയലൈസേഷൻ വന്നത് ആക്ച്വലി ഈ ഇടയ്ക്കാണ്. സോ അന്നോട്ട് ഞാൻ പുള്ളിയുടെ ഒരു വലിയൊരു ഫാനാണ്. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈക്ക് മലയാളത്തിലെ മിക്ക ഹിറ്റ്സും എടുത്തു നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം പുള്ളിയുടെ ഇതിലാണ്. പുത്തഞ്ചേരി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവരുടെ ഒരു കോംബോ ഭയങ്കരമാണ്. എന്താ പറയുക, ഹിറ്റുകൾ മാത്രം നിന്നൊരു കോംബോ വരുന്നത്. ഇപ്പോൾ എന്തേ ഇന്ന് മന്തി കാര്യം പറയുകയാണെങ്കിൽ ഞാൻ വിദ്യാജിയുടെ പാട്ടുകൾ ആദ്യമായിട്ട് കേൾക്കുന്നത് 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. ആ ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഗൂസ് ബംസ് തന്ന ഒരു പാട്ടായിരുന്നു എന്തേ ഇന്ന് മന്തിയില്ല. അതുപോലെ ഒരു പാട്ട് ഞാൻ മുമ്പോ അതിന് ശേഷം കേട്ടിട്ടില്ല. ഇപ്പം ഇങ്ങനെ ഒരു പാട്ടുണ്ടാക്കിയ ആളാരാണ് എന്ന് ഞാനിങ്ങനെ അന്വേഷിച്ച് പോയ സമയത്ത് അവിടെ വിദ്യാസാഗർ എന്നായിരുന്നു പേര് വന്നത്. പിന്നെ എനിക്കിതുപോലെ എന്നെ കോരിത്തെറിപ്പിച്ച പല പാട്ടുകളുടെയും പിന്നിൽ പ്രവർത്തിച്ച ആരാന്ന് നോക്കിയപ്പോൾ വിദ്യാജിയുടെ പേരാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ പിന്നെ പൊതുവെ കാപ്പിയിൽ കേൾക്കുമ്പോൾ നമ്മൾ മിക്കതും വിഷമമുള്ള പാട്ടുകളാണ് കേട്ടിട്ടുള്ളത്. ഇപ്പൊ കണ്ണേ കലൈമാനെയൊക്കെ കൃതികളുണ്ട്, കാതൽ റോജാ, ഇതൊക്കെ കുറച്ച് വിഷമം വരുന്ന. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എത്രയോ ജന്മമായി കേൾക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ആണ്. കാര്യം അത്രയും വിഷമമുള്ള ഒരു രാഗത്തിൽ നിന്ന് എത്രയോ ജന്മമായൊക്കെ നമുക്ക് ശരിക്കും നല്ല ഹാപ്പിനെസ് ഉള്ള ഒരു പാട്ടാണ്. പിന്നെ വിദ്യാജിയുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളൊക്കെ ഈ കോമ്പോസിഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ അത്ര അത്ഭുതത്തോടുകൂടി കേൾക്കുന്നു. അദ്ദേഹം ഇത് ഡയറക്ടർ ആ സിറ്റുവേഷൻ പറയുന്ന സമയത്ത് ദ വെരി നെക്സ്റ്റ് മൊമെന്റിൽ പുള്ളിക്കാരൻ പാടുന്ന സാധനമാണ് നമ്മൾ കേൾക്കുന്നത്. ഒരുപാട് ആലോചിച്ചിട്ടോ ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. അതൊരു കമ്പോസറിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് ആണ്.